ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ പ്രത്യേക പരിഗണന നൽകിയതിൽ മധ്യമേഖലാ ജയിൽ ഡിഐജി ചട്ടലംഘനം നടത്തിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ബോബിയുടെ 2 സുഹൃത്തുക്കൾ ഡിഐജി അജയ്കുമാറിനൊപ്പം ജയിലിലെത്തി. ഇവർ വിഐപികളല്ല. ഡിഐജിയുടെ ബന്ധുക്കളും ജയിലിനകത്തേക്ക് കയറി. ഡിഐജി ബോബിയെ കണ്ടത് സൂപ്രണ്ടിന്റെ മുറിയിൽ വെച്ചാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് എഡിജിപിക്ക് കൈമാറി. ശരൺ ചേരുന്നു. ശരൺ, ബോബി ചെമ്മണ്ണൂരിന് വിഐപി പരിഗണന എന്നത് തെളിയുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ചട്ടലംഘനമെന്ന് ആരോപിക്കുന്നത്? ധന്യ, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലായിരുന്നത്. അതിന്റെ തൊട്ടടുത്ത ദിവസം വെള്ളിയാഴ്ചയാണ് മധ്യമേഖലാ ഡിഐജി ആയ അജയ്കുമാർ ഈ ജയിലിലേക്ക് എത്തി ബോബി ചെമ്മണ്ണൂരിനെ കണ്ടിരുന്നത്. അതിന് പിന്നാലെ തന്നെ അജയ്കുമാർ വഴിവിട്ട സഹായം ചെയ്തു എന്നുള്ള ആരോപണം ഉയരുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ചിനോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി തയ്യാറാക്കിയ റിപ്പോർട്ട് ഇപ്പോൾ എസ്പി മുഖേന എഡിജിപിക്ക്, ഇന്റലിജൻസ് എഡിജിപിക്ക് കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ കണ്ടെത്തലായി വന്നിരിക്കുന്നത് മധ്യമേഖലാ ജയിൽ ഡിഐജി ചട്ടലംഘനം നടത്തിയെന്നുള്ളതാണ്. അതായത് വെള്ളിയാഴ്ച ഗുരുവായൂർ ദർശനം കഴിഞ്ഞെത്തിയ ബന്ധുക്കൾക്കൊപ്പമാണ് സ്വകാര്യ വാഹനത്തിൽ ഈ ഡിഐജി ആയ അജയ്കുമാർ ജയിലിലേക്ക് എത്തുന്നു. അതിനുശേഷം ബന്ധുക്കളെ അടക്കം അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ 2 സുഹൃത്തുക്കൾ അവിടേക്ക് എത്തിയിരുന്നത്. അവർ എത്തിയ ശേഷം അവർക്ക് അകത്തേക്ക് കയറാനുള്ള അവസരം ഡിഐജി ഒരുക്കി നൽകുന്നു. എന്നാൽ അകത്തേക്ക് ഇത്രയും ആളുകൾ കയറിയിട്ടുണ്ടെങ്കിൽ പോലും ആരുടെയും പേര് സന്ദർശക രജിസ്റ്ററിൽ ഇല്ല.